രണ്ടാം പിണറായി സർക്കാർ വിജയമോ പരാജയമോ എന്ന ചോദ്യം കാര്യമായ രീതിയിൽ സഭയ്ക്കുള്ളിലും പുറത്തും പാർട്ടികളും മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഓരോ വിഭാഗത്തിലും ഓരോ മന്ത്രിമാർ നേതൃത്വം നൽകുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലുമുള്ള അഴിമതികൾ പരിശോധിക്കപ്പെടുമ്പോൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ, നവകേരള സദസ്സ് അടക്കമുള്ള പല സർക്കാർ തീരുമാനങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ, പാർട്ടി തീരുമാനങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ, ഇവയെല്ലാം ഇടതുപക്ഷത്തിന് നാളിതുവരെ കേരളത്തിലുണ്ടായിരുന്ന സ്വാധീനത്തിന് മങ്ങലേൽപ്പിക്കുകയാണോ അതോ അല്ല വലിയ നേട്ടമാണോ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് എന്നുള്ള ചർച്ചകളെല്ലാം പല ജില്ലാ കമ്മിറ്റികളും പ്രാദേശിക ഘടകങ്ങളും പ്രാദേശിക നേതൃത്വവും മാധ്യമങ്ങളും എല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ആ വിഷയങ്ങൾ ഓരോന്നായി എത്തിയിരിക്കുകയാണ്. CPM സംസ്ഥാന സമ്മേളനം നടക്കുവാൻ പോവുകയാണ്. ആ സംസ്ഥാന സമ്മേളനത്തിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളും പ്രശ്നങ്ങളും എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ്. പാർട്ടിയെ തുടർഭരണത്തിലേക്ക് നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്യാപ്റ്റനാക്കി CPM ഒരിക്കൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമോ എന്ന ചോദ്യത്തിനും പ്രസക്തി ഏറെയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യത്തിന് നേരിട്ടല്ലെങ്കിലും ഇന്ന് തുടങ്ങുന്ന കൊല്ലം സംസ്ഥാന സമ്മേളനം ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം നയിക്കാൻ വൈസ് ക്യാപ്റ്റന്മാരുടെ രണ്ടാം നിരയുടെ പങ്കാളിത്തം ഉണ്ടാകുമെന്ന അഭ്യൂഹവും ശക്തമായ രീതിയിൽ തന്നെ ഉണ്ട്. അജണ്ടകളിൽ ഇല്ലെങ്കിലും സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചകളിൽ ഈ വിഷയം കടന്നു വരിക തന്നെ ചെയ്യും. കൂട്ടായ നേതൃത്വത്തെ മുന്നിൽ നിർത്തിയാകും തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ വാക്കുകളുടെ അർത്ഥവും സമ്മേളനത്തിൽ തെളിയും. 80 വയസ്സിലേക്ക് എത്തുന്ന പിണറായിയെ 8ാം തവണയും മത്സരിപ്പിക്കണമെങ്കിൽ പാർട്ടി എല്ലാ മാനദണ്ഡങ്ങളും മാറ്റിവെക്കേണ്ടി വരുമെന്നതിനും പ്രാധാന്യമുണ്ട്. അഥവാ പകരക്കാരനെ നിശ്ചയിക്കുകയാണെങ്കിൽ അവസാന വാക്കും പിണറായിയുടേതാകുമെന്നതാണ് പ്രധാനം. ഇതിനായി രണ്ടാം നിരയിലും ചർച്ച സജീവമായി തന്നെ നടക്കുന്നുണ്ട്. 75 വയസ്സ് പ്രായപരിധിയിൽ തട്ടി ആരൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തു പോകുമെന്നും ഈ സമ്മേളനത്തിൽ പ്രധാന ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും എല്ലാവരിലും ഈ ആകാംക്ഷ ഉണ്ടായിരുന്നു. പ്രായപരിധിയിൽ പിണറായിക്കല്ലാതെ മറ്റാർക്കും ഇളവില്ല എന്ന നേതൃത്വം ആവർത്തിച്ച സ്ഥിതിക്ക് 15-ലധികം പേരാകും സംസ്ഥാന കമ്മിറ്റിയിൽ ഒഴിവാക്കപ്പെടുക. ഇടത്തരക്കാരെ ലക്ഷ്യമിട്ട് കൂടുതൽ പരിഷ്കരണം പാതയിലേക്കാണോ CPM എന്ന പിണറായിയുടെ നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ എന്ന പുതിയ രേഖ വ്യക്തമാക്കും. CPM അടക്കമുള്ള LDF കക്ഷികൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നതും കണ്ടറിയേണ്ടതുണ്ട്. 9-നാണ് സമ്മേളനം അവസാനിക്കുന്നത്. കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ ബന്ധം സംസ്ഥാന സമ്മേളനം നിരാകരിക്കണമെന്ന ആഹ്വാനം തന്നെയാണ് സമ്മേളനത്തിന് തൊട്ടു തലേന്ന് എഴുതിയ രാഷ്ട്രീയ ലേഖനത്തിലൂടെ പിണറായി ലക്ഷ്യമിടുന്നത്. സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിൻ്റെ ഇക്കാര്യത്തിലെ നിലപാട് പ്രതിനിധികൾ ഉറ്റുനോക്കുന്നുണ്ട്. BJP സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന PBയുടെ പ്രഖ്യാപനത്തിൻ്റെ ഉപജ്ഞാതാവും കാരാട്ടായതിനാൽ അദ്ദേഹം കൂടി പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ അക്കാര്യത്തിൽ ഉയരുന്ന ചർച്ചയും ശ്രദ്ധിക്കപ്പെടും. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പ്രവർത്തനം മുതൽ വിവിധ വിഷയങ്ങളിലെ സർക്കാർ പാർട്ടി നിലപാടുകൾ വരെ ഇന്ന് ആരംഭിക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വിഷയമായി മാറും. സമ്മേളനത്തിൽ ചർച്ചാ വിഷയമാകുന്ന പ്രധാന കാര്യങ്ങൾ ഒന്ന്, മൂന്നാം ഭരണ തുടർച്ചയാണ്. ആദ്യ തവണ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വന്ന സംസ്ഥാന സർക്കാർ രണ്ടാം തവണയിലേക്ക് എത്തിയപ്പോൾ വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു എന്നാണ് കണക്കുകൂട്ടലുകൾ. എന്നാൽ തുടർഭരണത്തിന് സാധ്യതയുണ്ട് എന്നും കേരളത്തിൽ BJPയുടെ വർധനവുണ്ടാകുമ്പോൾ ആ BJPയുടെ വർധനവ് കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയാൽ മൂന്നാം തവണയും തുടർഭരണത്തിന് സാധ്യതയുണ്ടെന്നും സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമകാരുണ്യ പ്രവർത്തനങ്ങളും മൂന്നാം തവണ തുടർഭരണത്തിലേക്ക് എത്തിക്കുമോ എന്ന ചർച്ചകളുമൊക്കെ സജീവമായി നടക്കുവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് നവകേരള വികസന രേഖയാണ്. വിവിധ സർക്കാർ വിഭാഗങ്ങളിലായി നടത്തിയിട്ടുള്ള വികസനങ്ങൾ മൂന്നാം തവണയും സർക്കാരിനെ അധികാരത്തിലേക്ക് എത്തിക്കുവാനുള്ള സാധ്യതയുണ്ടോ എന്ന ചർച്ചയ്ക്ക് പ്രാധാന്യമേറെയുണ്ട്. നവകേരള വികസന രേഖയും സംസ്ഥാന സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയത്തിൽ ഒന്നായി മാറും എന്ന് പറയേണ്ടതായുണ്ട്. മന്ത്രിമാരുടെ ഓഫീസിൻ്റെ പ്രവർത്തനം, തൊഴിൽക്ഷേമ പെൻഷൻ തട്ടിപ്പ് എന്നിവയും പ്രധാനപ്പെട്ട വിഷയമാണ്. സാധാരണക്കാരായ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും മന്ത്രി ഓഫീസുകളിൽ മന്ത്രിമാരെ കാണാനെത്തുമ്പോഴുള്ള പ്രശ്നങ്ങൾ, വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരുടെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയാകും. ഒപ്പം തൊഴിൽക്ഷേമ പെൻഷൻ തട്ടിപ്പ് പ്രധാനപ്പെട്ട വിഷയമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഴിമതി ആരോപണത്തിൽ ഒന്നായി മാറിയിരുന്നത് തൊഴിൽക്ഷേമ പെൻഷൻ തട്ടിപ്പാണ്. ആ തൊഴിൽക്ഷേമ പെൻഷൻ തട്ടിപ്പ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ മുഖച്ഛായയ്ക്ക് വലിയ ഭംഗം വരുത്തിയിട്ടുണ്ട്. അതും ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരിക്കും. PSC അംഗങ്ങളുടെ ശമ്പള വർധനവ്, ആശാ വർക്കർമാരുടെ സമരത്തിലെ നിലപാട്, അതായത് സാധാരണക്കാരായ ആശാ വർക്കർമാരുടെ സമരത്തിൽ അവരുടെ അടിസ്ഥാന ശമ്പളത്തിൽ വർധനമുണ്ടാക്കി കൊടുക്കാതെ
PSCയിൽ ഉയർന്ന ശമ്പളം നേടി മുൻപോട്ട് പോകുന്നവർക്ക് വീണ്ടും ശമ്പള വർധനവ് നേടിക്കൊടുക്കുവാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ നിലപാടിനെതിരെ ശക്തമായ രീതിയിലുള്ള സമരങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്ന സാഹചര്യത്തിൽ ആ രണ്ട് കാര്യങ്ങൾ, അതായത് PSCയിലെ ശമ്പള വർധനവ് ഒപ്പം ആശാ വർക്കർമാരുടെ സമരത്തോടെ നിലപാട്, ഇത് രണ്ടും കാര്യമായ രീതിയിൽ ചർച്ചയായി മുൻപോട്ട് പോകുവാനുള്ള സാധ്യത ഏറെയാണ് കൊല്ലത്ത് നടക്കുവാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിൽ. മറ്റൊന്ന് കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവാണ്. കിഫ്ബി റോഡുകളിലുള്ള ടോൾ പിരിവ് വലിയ ട്രോളുകളും അതിനോടൊപ്പം തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. പ്രതിപക്ഷം സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ രൂക്ഷമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ള വിഷയമായിരുന്നു. അതും കൊല്ലത്ത് നടക്കുവാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമാകുവാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. നവീൻ ബാബുവിൻ്റെ മരണവും PP ദിവ്യയും വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരിക്കും. ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖച്ഛായയ്ക്ക് മങ്ങൽ വരുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണവും അതിനോടൊപ്പം തന്നെ PP ദിവ്യയുടെ നിലപാടുകളും. ഏറ്റവും ഒടുവിൽ PP ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. മറ്റൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയാണ്. 2019-ലും 2024-ലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയത്തിലേക്കായിരുന്നു ഇടതുപക്ഷം കൂപ്പുകുത്തി വീണത്. 2019 ആലപ്പുഴയിൽ AM ആരിഫിലൂടെ മാത്രം വിജയം നേടാൻ സാധിച്ച ഇടതുപക്ഷത്തിന് 2024-ൽ ചേലക്കരയിൽ K രാധാകൃഷ്ണനിലൂടെ വിജയം കൈവരിക്കുവാൻ മാത്രമേ സാധിച്ചുള്ളൂ. മിച്ചം വന്ന 19 ലോക്സഭാ മണ്ഡലങ്ങളിലും കനത്ത പരാജയത്തിലേക്ക് കൂപ്പുകുത്തി വീഴുകയായിരുന്നു ഇടതുപക്ഷം എന്നതും വളരെ പ്രധാനമാണ്. ആലപ്പുഴ പോലെ കണ്ണൂർ പോലെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയായിരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം വലിയ പരാജയത്തിലേക്ക് ഇടതുപക്ഷം തുടർച്ചയായി കൂപ്പുകുത്തി വീഴുന്നതും ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാകും. മറ്റൊന്ന് പൂരം കലക്കൽ പോലീസിൻ്റെ വീഴ്ചകൾ അടക്കമുള്ള വിഷയങ്ങൾ. തൃശ്ശൂർ പൂരത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. സുനിൽകുമാർ പരാജയപ്പെട്ടതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് തൃശ്ശൂർ പൂരം കലങ്ങിയതാണ്. അത് BJPക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട് എന്ന വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തലുകളെല്ലാം ഇന്ന് ചർച്ചയ്ക്ക് വിധേയമായി മാറും. SFIക്കെതിരെ റാഗിംഗ് അടക്കമുള്ള വിവാദങ്ങൾ, അതായത് SFI വിവിധ ക്യാമ്പസുകൾ നടത്തുന്ന അതിക്രൂരമായ റാഗിങ്ങൾ, SFI നേതാക്കന്മാരിൽ പ്രതികളാകുന്നു എന്ന വിഷയങ്ങൾ, SFIയുടെ പല സമരമുറകളും ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുന്നു എന്ന കണക്കൂട്ടലുകൾ, ഇവയെല്ലാം ഇന്നത്തെ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. EP-യുടെ പുസ്തകവും മറ്റ് വിവാദങ്ങളും, പ്രകാശ് ജാവ്ദേക്കർ എന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും EP ജയരാജനും തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിൽ എന്തിന് ചർച്ച നടത്തി എന്ന ചോദ്യം, EP ജയരാജന്റെ പുസ്തക വിവാദം എന്നടക്കമുള്ള വിഷയങ്ങൾ എല്ലാം ചർച്ചയാകുക തന്നെ ചെയ്യും. ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരിക്കും ഇന്നത്തെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളായി മാറുക. കൂടാതെ പ്രായപരിധി ചർച്ചയാകും, ആരൊക്കെ പുറത്താക്കപ്പെടും, ആരൊക്കെ പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.